ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൂടെ ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റാണ് ഉള്ളത്. ദേ നമ്മുടെ സ്വന്തം രതീഷേട്ടൻ. ചേട്ടാ, എന്തുകൊണ്ട് വിശേഷമൊക്കെ? ശേഷം എന്നാ ന്യൂസ് എല്ലാം ഇങ്ങനെ വന്ന് കണ്ടു. ആ, പിന്നെ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒത്തിരി പേര് വന്ന് ഫോട്ടോ ഒരുപാട് പേര് വരുന്നുണ്ടല്ലേ? പിന്നെ ഈ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ നാടൻ കരിങ്കല്ല് കെട്ടല്ലേ, ആൾക്കാർ വലിയ സന്തോഷം. അങ്ങനെ എല്ലാവരും ഇവിടെ എത്തിയ ആൾക്കാരെല്ലാവരും പറയും. കൈക്കാരന്മാർ സാറുമാരുണ്ടായിരുന്നു, അച്ഛനുണ്ട്, പിന്നെ അവിടെ ഒരു മദർ ഉണ്ടായിരുന്നു. സ്കൂളിൽ എന്നും പോകുന്നത് എന്നും ചോദിക്കും, ഭയങ്കര വെയിലല്ലേ ചോദിക്കും. ആ വെയിൽ കാലത്തൊക്കെ നല്ല കല്ലുപണിയായിരുന്നു. പിന്നെ കൂട്ടുകാരൻ രാജീവ് ഫൗണ്ടേഷൻ നേരം എൻ്റെ കൂടെ 5-6 പേരുണ്ടായിരുന്നു. മേലമ്പാറക്കാരൻ സിജോ, പിന്നെ സിജു, കുഞ്ഞേട്ടന്, ഏറ്റവും ഫസ്റ്റിലെ കുഞ്ഞേട്ടൻ. എത്ര പേരുണ്ട് കൂടെ പണിക്കാര്? ഞങ്ങൾ ഒത്തിരി പേര്. സന്തോഷ് ഞാനും കൂടി ഇത് ചെയ്യുന്നത്. സന്തോഷ് പ്ലാത്തോടെ സന്തോഷം. പിന്നെ ഒരു ലോറൻസ് ചേട്ടനാണ് ഈ വർക്ക് എടുക്കുന്നത്. അങ്ങനെ അച്ഛൻ്റെ കെയർ ഞാൻ ഈ കരയിലൊക്കെ ഒത്തിരി പേർക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. ജെറ്റോ മെമ്പർ, ജെറ്റോ കൈലാസ് താമസിക്കുന്നു. നേരത്തെ മുതൽ എനിക്ക് എന്നെ അറിയാം. അപ്പൊ ഇത് ഞാൻ ചെയ്യാൻ വന്നപ്പോൾ നമ്മുടെ മേശരിയ വന്നിരിക്കുന്നത് ഇവിടുത്തെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഈ എങ്ങനെയാണ് ഇത് വൈറലാവാനുള്ള തുടക്കം? വീഡിയോ ആദ്യം വന്നെടുക്കുന്നത് ഈ ആർക്കിടെക്റ്റുകാർ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ വിചാരിച്ച് ഫോട്ടോ വീഡിയോ ചുമ്മാ ഇങ്ങനെ എടുക്കുന്നല്ലേ. അപ്പൊ എന്നോട് ചോദിച്ചു ഒരു വീഡിയോ എടുത്തോളൂ ചോദിച്ചു. ഇഷ്ടംപോലെ ചെയ്തോളാം ഞാൻ പറഞ്ഞു. ഞാനവിടെ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം വീഡിയോ എടുത്തിട്ട് ശേഷം വന്നിട്ടാണ് ചോദിക്കുന്നത്, ചേട്ടാ എന്നെ എത്ര നാളായി പണി, വർക്ക് വന്നാൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചോണ്ട് അങ്ങനെ ചോദിച്ചിട്ട് നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ അറിയാൻ നമ്പർ കൊടുത്തു. ആ നമ്പർ കൊടുത്ത് ഇത് ഫസ്റ്റിലെ വീഡിയോ ഇട്ട് കഴിഞ്ഞ ശേഷം എന്നെ പുള്ളി വിളിച്ചു. ബിജു ജോൺ തൊടുപുഴയാണ്. പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഭയങ്കര വൈറലായി പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞില്ലൊന്നും. നമ്മൾ പണിയും കഴിഞ്ഞ് വീട്ടിൽ അങ്ങോട്ട് പോകുന്നു, ഇരിക്കുന്നു. രാവിലെ 6:00 തുടങ്ങും വർക്ക്. 11:30 ആകുമ്പോൾ ഭക്ഷണം കഴിക്കും. 2:30 ആകുമ്പോൾ നിർത്തും. അപ്പൊ ഈ വീഡിയോ വൈറലായ ശേഷം ആ വീഡിയോ കണ്ട ശേഷം എന്നെ കൂട്ടുകാരെ കാണിച്ചേ ഇതിങ്ങനെ വീഡിയോ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഫോൺ ഞാൻ നോക്കിയില്ല. അതിന് രണ്ടാമത്തെ ദിവസം ബിജു ജോൺ പിന്നെയും വന്നു. അപ്പൊ കുറെ വിമർശനം വന്നെന്ന് പറഞ്ഞാൽ ബെൽറ്റില്ലെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് ബെൽറ്റൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം ഈ വീഡിയോക്കകത്ത് ഇങ്ങനെ പിന്നെയും വരും ഞാൻ ഓർത്തില്ല. ബെൽറ്റ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി ഞാൻ വന്നുള്ളൂ. അങ്ങനെ ഈ വിമർശനം എവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് അതിനകത്ത് ഞാനൊന്നും തോന്നിയില്ല. കാരണം നമ്മൾ സാധാരണ പണിക്കാരനല്ലേ, ഒരു കൽപ്പണി നമ്മൾ ചെയ്യുന്നല്ലാതെ വേറെ ഒന്നും അങ്ങനെ ഒരു തോന്നില്ല. ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായില്ലേ ബെൽറ്റ് ഉണ്ട്, എല്ലാവർക്കും മനസ്സിലായി. പിന്നെ ഇതൊരു തൂക്കിനുള്ള കെട്ടും മടക്കല്ലല്ലേ വരുന്നത്. മടക്കല്ല് അടിച്ച് ഒതുക്കി രാജീവ് കഷ്ടപ്പെടും നല്ലപോലെ. രാജീവ് മേലമ്പാറയാണ്. ഇപ്പൊ ഞങ്ങൾ 3 പേരുള്ളത്. ആ ചേട്ടൻ നേരത്തെ എൻ്റെ കൂടെ ഹെൽപ്പറായിട്ട് കൂടുന്നു. രവി മറ്റേ രാജീവ് രാജീവ് എൻ്റെ കൂടെ തുടക്കം പോലെ ഈ മേല് വരെ തീർക്കാൻ. പിന്നെ ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു കല ഇതിലേക്ക് ഈ ഒരു വർക്കിലേക്ക് വന്നത്? അതെന്റെ ഒരു 10-13 വയസ്സുള്ള സമയത്ത്. 13 വയസ്സ് തുടങ്ങിയതാണോ? എല്ലാവരും കേട്ടില്ലേ, 13 വയസ്സ് തുടങ്ങിയതാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടമൊക്കെ അതല്ലേ. അന്നേരം ഇങ്ങനെ കൂട്ടുകാരൻ്റെ കൂടെ അയ്യമ്പാറയിലെ എൻ്റെ ഒരു പുള്ളി ഭയങ്കര കയ്യാലപ്പണിക്കാരനായിരുന്നു, തോമസ് എന്നൊക്കെ. അവൻ്റെ കൂട്ടുകാരനായിരുന്നു. അങ്ങനെ അവൻ്റെ കൂടെ നിന്നപ്പോഴാണ് ചുമ്മാ ഹെൽപ്പ് ചെയ്ത് പോയതാണ്. അപ്പം അവന് ചെറുപ്പത്തിൽ കയ്യാല വെക്കുമായിരുന്നു. അങ്ങനെ കൂടെ നിന്ന് അപ്പം എനിക്ക് തോന്നി ഒന്ന് പഠിച്ചാലോ തോന്നി. അങ്ങനെ ഞാനത് സ്വന്തമായിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ വീടിൻ്റെ മിറ്റം അങ്ങനെ കല്ല് കെട്ടി പൊളിച്ച് പല പ്രാവശ്യമായിട്ട് പണിതിട്ട് ഇവരെ വിളിച്ച് കാണിക്കും. ഞാൻ വിളിച്ച് ചോദിച്ചത് ഈ കല്ലിട്ട് എങ്ങനെ. അങ്ങനെ അതിന് കുറേ പ്രാവശ്യം പറഞ്ഞു ശരിയാകാനുണ്ട് എന്ന് പറഞ്ഞ് ചെറുപ്പകാലമല്ലേ. അങ്ങനെ ഒരു ദിവസം ഞാൻ 3-4 വിധത്തിൽ കെട്ടി വെച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നാളെ പോരാൻ പറഞ്ഞു ഇവിടെ. അങ്ങനെ പോയി അങ്ങനെയാ പോകുന്നത്. പിന്നെ ഫാമിലി ആകട്ടെ, ഞാൻ ഒരു നായരാണ്. എൻ്റെ അച്ഛൻ അമ്മ മരിച്ചു പോയിട്ട് കുറച്ചാണ്. അച്ഛൻ എറണാകുളത്ത് കോർപ്പറേഷൻ ജോലിയായിരുന്നു. അച്ഛൻ മരിച്ചു. അവിടെ അയ്യമ്പാറയിലാണ്. തോമസ് ചെറുപ്പം മുതലേ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ അത് തന്നെ ചേട്ടൻ തന്നെ പഠിച്ച് വർക്ക് ചെയ്ത് അപ്പൊ PWD വർക്കൊക്കെ ചെയ്യാൻ തൊടുപുഴ ചീനിക്കുഴി അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ കല്ലാശാരിമാരുടെ കൂടെ ഞാൻ കല്ല് തറപണിയാൻ, പിന്നെ വീടിന്റെ ഭിത്തിയിൽ കല്ല് ഡിസൈൻ ചെയ്ത് കഴിയും. അങ്ങനെ ഒത്തിരി ഈ ഒരു രീതിയിലാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ ഇത്രയും നല്ല ചേർത്തൊക്കെ ചെയ്യുമ്പോൾ ആരും മാത്രമേ പ്രതീക്ഷിക്കുന്നില്ല. ഞാനങ്ങനെ അച്ഛൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ അച്ഛന് നല്ല ഭംഗിയായിരിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞ് വളരെ ഭംഗിയായിരിക്കണം, ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഈ കെട്ട് ചെയ്യുമ്പം അച്ഛൻ്റെ ഇഷ്ടപ്രകാരമാണ് ഈ ബെൽറ്റ് കാണാതെ ചെയ്തത്. അപ്പൊ അച്ഛൻ എന്നോട് ചോദിച്ചു ഈ ബെൽറ്റ് കാണാതെ ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ ചോദിച്ചു. എല്ലായിടം ബെൽറ്റ് കെട്ടിന് പുറത്താണ്, ബെൽറ്റ് കാണാതെ ചെയ്യാൻ മാർഗം ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇച്ചിരി റിസ്ക് ആണച്ചാ, എന്നാലും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു സെക്ഷൻ ഇങ്ങനെ ഓരോ പീസ് അടിച്ച് എടുത്ത് ചേർത്ത് ഇപ്പൊ വൈബ്രേറ്റ് അടിച്ച്
വാർക്ക ചെയ്യുമ്പോൾ ഗ്രൗട്ട് ബെൽറ്റിന്റെ ഉള്ളിലല്ലേ ഇല്ല. ഒട്ടും കാണാൻ സാധിക്കില്ല. ഇല്ല, ഈ മേലത്തെ ഒരു ലെയർ ബെൽറ്റ് ആണ്. ആ ബെൽറ്റ് കാണത്തില്ല. ഇതും ഒരു ലെയർ ബെൽറ്റ്, അത് കാണത്തില്ല. ബെൽറ്റാണ്. അങ്ങനത്തെ വരെ ഉണ്ട്. ഓ, അപ്പൊ അതിന്റെ അടിയിലൊരു ബെൽറ്റ് ഉണ്ട്, ഫൗണ്ടേഷൻ അടിയിൽ ബെൽറ്റ് ഉണ്ട്. അപ്പൊ സംശയമുള്ളവർക്ക് ഒന്നൂടെ പറയാണ്, ഉള്ളിൽ ബെൽറ്റ് ഉണ്ട്, നല്ല സ്ട്രോങ് ആണ്. പുറമെന്ന് കാണുമ്പോൾ ബെൽറ്റ് കാണാൻ സാധിക്കില്ല. അതല്ല ആ ഒരു കഴിവല്ലേ. പിന്നെ എല്ലാവർക്കും പേടിയാന്ന് വെച്ചാൽ മീഡിയയിൽ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ ഒരു പേടിയാ. എന്റെ കൂടെ ഉള്ള ഞങ്ങള് ഒരുമിച്ചെടുത്ത ഷെയർ ചെയ്തെടുത്ത പണി ചെയ്ത് സന്തോഷ് പ്ലാത്തോട്ടം. പുള്ളി മേളിൽ കയറി ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, ഓ എന്റെ ഭായി എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു ഇത് കണ്ടിട്ട്. അങ്ങനെ അപ്പോൾ ഞാൻ പറയും, നമ്മള് അച്ഛൻ്റെ ഇഷ്ടപ്പെടല്ലേ, ഞാൻ ഇപ്പൊ പറയും യേശുദേവൻ ഉണ്ടല്ലോ അവിടെ, നമ്മളെ രക്ഷിക്കാൻ എല്ലാവരും ദൈവം ഉണ്ടല്ലോ. ഈ പുണ്യാളന്റെ മുന്നിൽ നിന്ന് പണിയുന്നത് എപ്പോഴും കൂടെ ഉണ്ട്. വരുമ്പോഴേ ഞാൻ പ്രാർത്ഥിച്ചിട്ടാ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ഒരു ഈ ഇതിലേക്ക് വന്നത്. പിന്നെ ഈ വീഡിയോ വൈറലായ ശേഷം എന്താണ് ചേട്ടന് തോന്നുന്നത്? വൈറലായ ശേഷം എന്ന് പറഞ്ഞാൽ എന്നെ അയർലൻഡിൽ നിന്ന് വിളിച്ചു, ഒമാനിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ദുബായിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, കുവൈറ്റിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അവരെല്ലാം വരാനിരിക്കുകയാണ്. വരുമ്പം ഇപ്പൊ തന്നെ ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഇന്നലെ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞത്, എൻ്റെ ഈ തുടക്കത്തിൽ വന്നൊന്ന് നിങ്ങൾ ചെയ്തു തരണം. ഇതെന്ന് പറഞ്ഞാൽ എന്നെ തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അത് കെട്ടിടപ്പണിയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അവർക്കെല്ലാം അറിയാം. നമുക്ക് കെട്ടിടപ്പണി ചെയ്യും, ഡിസൈൻ വർക്ക് ചെയ്യും, ബോർഡ് വർക്ക് ചെയ്യും, വാർത്ത് ബെൽറ്റ് കമ്പിപ്പണിയെല്ലാം ചെയ്യുന്നറിയാം. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും എന്നെ അറിയാം. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഒട്ടുമിക്ക എഞ്ചിനീയർമാർക്ക് തന്നെ അറിയാം. വണ്ടി പോകുമ്പോൾ ആൾക്കാരെല്ലാം വിളിച്ചു ചോദിക്കാറുണ്ട്. ബസ്സിൽ പോകുന്ന ആൾക്കാരെല്ലാം കൈവൊക്കെ കാണിക്കും. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. പണി കാണുമ്പോൾ ഇങ്ങനെ കൈവണ്ടി സൂപ്പർ എന്നൊക്കെ കാണിച്ചിട്ട് പോകുന്നത്. ഒരു രാഷ്ട്രീയപ്പെടുന്നതിലെ പോകുന്നവരെല്ലാം വണ്ടി നിർത്തിയേച്ച് അടിപൊളി ചേട്ടാന്ന് പറയും. അങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ നമ്മളത്രയും ഈ പണികൊണ്ടിരിക്കുന്ന അത്രയും മനസ്സങ്ങോട്ട് ഈ പഠിക്കാത്തിരിക്കുന്ന അങ്ങനെ ചിന്തിക്കില്ലല്ലോ. അങ്ങനെ ഈ ആൾക്കാരെല്ലാം ഇങ്ങനെ പറഞ്ഞു, ഇവിടെ തന്നെ ആൾക്കാർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമായി പണി കാണുമ്പോൾ. അപ്പൊ എന്നായാലും ചേട്ടനെ കണ്ടതിലും ഈ മനോഹരമായ വർക്ക് കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ ചേട്ടൻ കൂട്ടുകാരെ കൂടെ ഉണ്ടല്ലേ? അപ്പൊ ഞാൻ അവരെയോട് പരിചയപ്പെടുത്ത എല്ലാവർക്കും. രാജീവ് മേലമ്പാറ, രവിച്ചേട്ടന്, പിന്നെ അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു നമുക്ക്. ഓക്കെ ഏട്ടാ, താങ്ക് യു. ശരി എന്നാ. ഞാൻ ഇവരെല്ലാം ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ വരുമ്പം കുറേ പ്രാവശ്യം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടായി. കാരണം ഇങ്ങനെ വരുമ്പം ഞാൻ ഓർത്ത് എന്നാ അറിയോ, ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ വലിയ വിമർശനമൊക്കെ ഉണ്ടായി പുറത്തിറങ്ങാൻ ഒരു മുഖം അതൊന്നും കുഴപ്പമില്ല. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാ. 100% ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ ഓക്കെ കേട്ടോ, താങ്ക് യു. ശരി.